Hello guys, welcome to our channel EB Fun World. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഒരുപാടായി ഇങ്ങനെ വ്ളോഗൊക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ അതാ നമ്മൾ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മോനെ കാണിച്ചു തന്നെ കേട്ടോ. ആൾ നല്ല ഉറക്കത്തിലാണ്. നമുക്ക് പതിയെ അവൻ ഉണർത്താതെ കിച്ചണിലേക്ക് പോകാം. അവനൊന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഉണർത്തുന്നില്ല കേട്ടോ. അപ്പോൾ അതാ കിച്ചണിലെത്തി ഡോറൊക്കെ തുറന്ന് പുറത്തെ വ്യൂ ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. ഡെയിലി ഒന്നും ഇങ്ങനെ ചെയ്യാറില്ല. സ്കൂളിലേക്ക് പോകാനുള്ള ഹറിബറി ഉള്ളതുകൊണ്ട് തന്നെ ഈ വക കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യാറാണ്. നേരെ കിച്ചണിൽ വരെ ഫുഡ് ഉണ്ടാക്കുക, അങ്ങനെ ആയിരിക്കും. ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ നമുക്ക് കിച്ചണിലെത്തി സമയം കളയാതെ പണികൾ സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഇന്ന് സ്കൂളിൽ പോകാനുണ്ട്. പിന്നെ പണിക്കാരുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഫുഡും കാര്യങ്ങളും സെറ്റ് ചെയ്യണം. അങ്ങനെ അത് അടുപ്പൊക്കെ കത്തിച്ച് വെള്ളമൊക്കെ വെക്കുന്നുണ്ട് ചോറിന് വേണ്ടിയിട്ട്. ഇന്ന് മോൾക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾക്കിന്ന് പൊതിച്ചോറ് സ്കൂളിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പം അവൾ അതിനേക്കുള്ള പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ എന്നെ ഇതുപോലെ സഹായിച്ചു തരും കേട്ടോ. ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ്. പുട്ടിന് വേണ്ട പൊടിയൊക്കെ ഞാനിത് സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട്. അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പുതിയ വീട്ടിൽ പണിക്കാരുള്ളതുകൊണ്ട് തന്നെ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഫുഡ് ആവശ്യമുണ്ട്. അവർക്ക് കഞ്ഞിയും ചോറും ഒക്കെ ആവശ്യമുള്ളത് കൊണ്ട് വലിയ കലത്തിലാണ് കേട്ടോ ചോറ് വെക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഫുഡ് മതി. അപ്പം ചോറ് അവിടെ തിളക്കട്ടെ. ആ സമയം കൊണ്ട് ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. 9:30 ആകുമ്പോഴേക്ക് സ്കൂളിൽ എത്താൻ പറഞ്ഞതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു തിരക്കിലാണ്. അപ്പോൾ കറിയൊന്നും തയ്യാറാക്കിയില്ല. പഞ്ചസാരയും പുട്ടുമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളത്. അതിനിടയ്ക്ക് മോളുക അവൾക്ക് പൊതിച്ചോറ് അവൾ തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് പൊതിഞ്ഞെടുത്തിട്ടേ ഉള്ളൂ. ബാക്കിയെല്ലാം അവൾ തന്നെയാണ് കേട്ടോ ചെയ്തത്. അതിന് പൊതിച്ചോറൊക്കെ സെറ്റായി. മോള് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് സ്കൂളിലേക്ക് പോവാണ്. അവളെ കൊണ്ടാക്കിയ ശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ മോനൊന്ന് സ്കൂളില്ല കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പൊലിവാണ് കേട്ടോ. അവൾ ഒറ്റക്കാണല്ലോ സ്കൂളിൽ പോയി, അതിൻ്റെ ഒരു പൊലിവാണ് ഈ കാണുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കിച്ചണിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. പെട്ടെന്നൊരു കറി ഉണ്ടാക്കുകയാണ്. ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതാ ഉരുളൻകിഴങ്ങൊക്കെ ഇട്ട്, പിന്നെ റെസിപ്പി ഞാൻ പറയുന്നില്ല, നോർമലി ഒരു ചിക്കൻ മുളകിട്ടതാണ് തയ്യാറാക്കുന്നത്. നമ്മൾ 2 തരത്തിനും കൂടെ ആട്ടോ കറി വെക്കുന്നത്. കൂടാതെ പണിക്കാർക്കും നമുക്കും എല്ലാവർക്കും ഒരു കറി തന്നെയാണ്. അപ്പം ഇന്ന് ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും കാബേജ് തോരനും പപ്പടും ചോറും ഇതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ കഞ്ഞിക്ക് 11 മണിക്ക് കഞ്ഞി കൊടുക്കണം. കഞ്ഞിക്ക് കഞ്ഞിയും ചമ്മന്തിയും കൊടുക്കാമെന്നുള്ള ഉദ്ദേശമാണ്. അങ്ങനെ ഞാൻ കറിയൊക്കെ സെറ്റാക്കിയതിന് ശേഷം കിച്ചണ് മെസ്സായി കിടക്കുകയാണ്. അതൊന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അതിന് കിച്ചണ് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചമ്മന്തിയും കാബേജ് തോരനും ചിക്കൻ ഫ്രൈയും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്തിട്ടില്ല, മസാല തേച്ച് വെച്ചിട്ടേ ഉള്ളൂ. പപ്പടം ചിക്കൻ ഫ്രൈയും മീറ്റിംഗ് കഴിഞ്ഞ് വന്നിട്ട് സെറ്റാക്കാന്ന് കരുതിയിട്ടാണ്. അപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല, പെട്ടെന്ന് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കിച്ചണും ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ചോറ് ഊറ്റാനുണ്ട്. അപ്പോഴേക്കും ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അത് കഴിഞ്ഞ് ചോറ് ഊറ്റിയിട്ട് നമുക്ക് ഫ്രഷായി സ്കൂളിലേക്ക് പോവാം. ഞാനും മോനും ഓട്ടോയിലാണ് കേട്ടോ സ്കൂളിലെ മീറ്റിങ്ങിന് പോകുന്നത്. അപ്പം കുട്ടികൾക്ക് യൂണിഫോം ഇടണം നിർബന്ധമാണ്. അപ്പോൾ അവർ യൂണിഫോമാണ് ഇട്ടിട്ടുള്ളത്. നമ്മളങ്ങനെ ഇതാ സ്കൂളിലെത്തിയപ്പോഴേക്കും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അവിടുന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെയായിരുന്നു. പ്രിൻസിപ്പൾ അവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. മോന് പിന്നെ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയപ്പം അവരെ കൂടെ അവനങ്ങ് സെറ്റായി. നമ്മൾ പിന്നെ ക്ലാസ്സൊക്കെ കേട്ട് അതിനിടയ്ക്ക് അവിടെ കോഴിക്കോട് നിന്ന് ഒരു ഫൈസൽ സാർ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ക്ലാസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഇവർ ടൈം വെച്ചിട്ടാണ് രാവിലെ ടു ഉച്ചവരെ കുറച്ച് കുട്ടികൾക്കുള്ള മീറ്റിംഗ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ബാച്ച്, അങ്ങനെയാണ് മീറ്റിംഗ് വെച്ചിട്ടുള്ളത്. നമുക്കിന്ന് 2 ദിവസമായിട്ടാണ് മീറ്റിംഗ് ഉള്ളത്. ഇന്ന് മോൻ്റെതും നാളെ മോളതും അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ സെഷൻ കഴിഞ്ഞ സമയത്ത് നമ്മൾ ക്ലാസ്സിൽ വന്നതാണ് ക്ലാസ് ടീച്ചറെ കാണാൻ വേണ്ടിയിട്ടും. അവിടെയും അവൻ്റെ ഗ്യാങ്ങിനെ കിട്ടിയപ്പോൾ കളിയിലാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ കളിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ മക്കൾ ചെയ്ത ഓരോ വർക്കുകളും അവിടെ ക്ലാസ്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ ബുക്കും കാര്യങ്ങളും അവിടെ സൈഡിലുണ്ട്. ഇതാണ് മോൻ്റെ ക്ലാസ് റൂം വന്നിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ്
നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ല ഉച്ച സമയമാണ്. പിന്നെ മോന് വിശക്കുന്നത് പറഞ്ഞപ്പം നമ്മളിതാ ഒരു ചെറിയൊരു കഫേയിൽ കയറിയിട്ട് ബർഗറും ജ്യൂസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ മോളും ഉമ്മയൊന്നും ഇല്ലല്ലോ, അപ്പോൾ അവർക്ക് പാർസലും പറഞ്ഞു. നമ്മൾ അവിടെ ഇരുന്ന് കഴിക്കുകയും ചെയ്തു. ഓന് 1-2 മിഠായി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മീറ്റിങ്ങിന് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര വിശപ്പാണ്. അപ്പോൾ അപ്പം നമ്മൾ ഓർഡർ ചെയ്തതൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ കഴിച്ച് നമ്മൾ പാർസൽ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തി പണിക്കാർക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തത്. പിന്നെ വേഗം വീഡിയോ എടുത്തു. ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞാൻ കുറച്ച് സമയം ഒന്ന് ഉറങ്ങിയിട്ടാണ്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം എഴുന്നേറ്റതാ ബ്രെഡ് പൊരിച്ചതും ചായയും കൊടുക്കുന്നുണ്ട്. അവർക്കും കൊടുക്കണം, നമുക്കും കൂടെയാണ് തയ്യാറാക്കുന്നത്. അങ്ങനെ അതൊക്കെ എടുത്ത ശേഷം അവർക്ക് ചായയും കൊടുത്ത് വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി ഇന്നത്തെ പണിയൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ രാത്രി ഫുഡ് കഴിക്കുന്നതാണ്. അടുത്ത വീഡിയോ എടുക്കാനുള്ളൊരു മൂഡില്ലായിരുന്നു. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.